ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രഘു മഞ്ചാടിക്ക് 2000 രൂപ കൊടുക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, ദയയുടെ കയ്യിൽ നിന്നും വാങ്ങിയ 2000 രൂപ നീ ദയക്ക് തിരിച്ചു കൊടുക്കണം എന്ന് പറയാട്ടോ. അപ്പോൾ ദയ കൂടി എടുത്തുണ്ടാവും. അങ്ങനെ ദയ പറയുകയാണ്, എന്തിനാണ് എനിക്ക് ആ രൂപ തിരിച്ചു തരുന്നത്? അത് ഞാൻ മഞ്ചാടിക്ക് കൊടുത്തതാണ് എന്ന് പറയാട്ടോ. നിങ്ങൾ ദയ പറയുകയാണ്, എന്നെ എല്ലാവർക്കും സംശയമാണ്. എൻ്റെ കയ്യിൽ 1 ലക്ഷം രൂപ ശബരിയേട്ടൻ്റെ വീട്ടിൽ നിന്നും കൊണ്ടുവന്നത് ഉണ്ടാവും എന്ന് കരുതിയിട്ടല്ലേ ഇപ്പോൾ ഈ 2000 രൂപ എനിക്ക് തിരിച്ചു തരുന്നത്? എങ്കിൽ നിങ്ങളൊന്ന് വിശ്വസിച്ചോ, ഞാൻ ആ രൂപ എടുത്തിട്ടൊന്നുമില്ല എന്ന് പറയണേ. അപ്പോൾ രഘു പറയുന്നുണ്ട്, ഞങ്ങൾ ആരും വിശ്വസിച്ചിട്ടില്ല അതിനെ. നീ തന്നെയാണ് ആ പൈസ എടുത്തത് എന്ന് ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ലല്ലോ. ഞങ്ങൾക്ക് ഉറപ്പുണ്ട് നീയല്ല അത് എടുത്തത് എന്നുള്ളത്. പക്ഷേ നിൻ്റെ കയ്യിലുള്ള 2000 രൂപ അത് ശബരി തന്നത് തന്നെ ആവില്ലേ? ശബരിയേട്ടൻ എനിക്ക് പോക്കറ്റ് മണി ആയിട്ട് തരുന്നതാണ്. അതിൽ നിന്നുമാണ് ഞാൻ മഞ്ചാടിക്ക് ആ പൈസ കൊടുത്തത് എന്ന് പറയാണ്. അപ്പോൾ രഘു പറയണേ, ശബരിയെ നിനക്ക് അംഗീകരിക്കാൻ കഴിയാത്തിടത്തോളം കാലം ശബരി നിനക്ക് തരുന്ന പൈസ ഞങ്ങൾ ആരും തന്നെ ഉപയോഗിക്കുകയില്ല, ഞങ്ങൾ ആരും അത് വാങ്ങിക്കുകയുമില്ല. നീ ശബരിയെ അംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ നിനക്ക് വേണ്ടി ശബരി എന്ത് ചെയ്താലും അതിലൊന്നും ഞങ്ങൾക്ക് ഒരു വിരോധവുമില്ല. ഞങ്ങളും അത് സന്തോഷത്തോടു കൂടി വാങ്ങുകയും ചെയ്യും. പക്ഷേ ഇപ്പൊ ശബരിയെ നീ അംഗീകരിക്കാൻ കഴിയാത്തിടത്തോളം കാലം ഞങ്ങൾക്കും നിന്റെ കയ്യിൽ നിന്നും 1 രൂപ പോലും വാങ്ങാൻ കഴിയുകയില്ല. അതുകൊണ്ട് മഞ്ചാടി ഈ രൂപ ദയക്ക് തന്നെ തിരിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞ് കുറച്ച് ദേഷ്യത്തോടു കൂടി മഞ്ചാടിയുടെ കയ്യിലേക്ക് 2000 രൂപ കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ദയ പറയുകയാണ്, നിങ്ങൾക്ക് എന്നോടാണോ അയിത്തം അതോ ഈ പൈസയോടാണോ അയിത്തം? അതാണ് എനിക്ക് മനസ്സിലാവാത്തത് എന്ന് പറയുമ്പോൾ അനു പറയണേ, ഇതെല്ലാം നിന്റെ തെറ്റിദ്ധാരണയാണ്. നിന്നോടൊന്നും ഞങ്ങൾക്ക് ആർക്കും ഒരു അയിത്തവുമില്ല. പക്ഷേ ഇവിടുത്തെ കാര്യങ്ങളും മഞ്ചാടിയുടെ കാര്യങ്ങളും അങ്ങനെ എല്ലാം തന്നെ നോക്കാൻ ഏൽപ്പിച്ചിട്ടുള്ളത് അച്ഛൻ രഘുവേട്ടനെയാണ്. അതുകൊണ്ട് രഘുവേട്ടൻ പറയുന്നത് പോലെ തന്നെയാണ് കാര്യങ്ങളൊക്കെ ഇവിടെ തീരുമാനിക്കാൻ കഴിയുകയുള്ളൂ എന്ന് പറയണം. അങ്ങനെ ദയ ദേഷ്യത്തോടു കൂടി അവിടെ നിന്ന് എണീറ്റ് പോവുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും രഘു അവിടെ നിന്നും പോയിട്ടുണ്ടാവും. രഘുവിനെ ഫോൺ വിളിച്ചിട്ടുണ്ടാവും ദാസാറ്. അപ്പോൾ ദാസാറിനായിട്ട് സംസാരിക്കാൻ വേണ്ടി രഘു പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടാവും കേട്ടോ. അങ്ങനെ ഇതെല്ലാം കണ്ടും കൊണ്ട് വേലക്കാരി അപ്പുറത്തെ സൈഡിൽ നിന്നും ഇവരെയൊക്കെ നിരീക്ഷിച്ചുകൊണ്ട് തമ്പായി പറഞ്ഞതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ നിരീക്ഷിക്കുകയാണ്. അങ്ങനെ മഞ്ചാടിക്ക് രഘു ആ പൈസ കൊടുത്തതും ഒന്നും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ മഞ്ചാടി ക്ലാസ്സിലേക്ക് പോവാൻ വേണ്ടി കോളേജിലേക്ക് പോവാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ അവിടെ രഘു കാത്തു നിൽക്കുന്നുണ്ടാവും, മഞ്ചാടിയെ ഒന്ന് ഉപദേശിക്കണം എന്ന് കരുതിയിട്ട് തന്നെ. അങ്ങനെ മഞ്ചാടി പോകുന്ന സമയത്ത് രഘു പറയുകയാണ്, മഞ്ചാടി നീ എന്തിനാണ് 2000 രൂപ കോളേജിൽ കൊണ്ടുപോയത് എന്നുള്ള കാര്യം ചോദിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കാരണമൊക്കെ ഞാൻ ദയേച്ചിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ദയേച്ചി എനിക്ക് ആ പൈസ തന്നത് എന്ന് പറയുമ്പോൾ അതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ എനിക്ക് കൂടി അക്കാര്യം അറിയണം. നാളെ അമ്മാവൻ വന്നു കഴിഞ്ഞാൽ പൈസ ചെലവാക്കിയതിൻ്റെ കാര്യങ്ങളൊക്കെ എന്നോട് ചോദിച്ചറിയുന്ന സമയത്ത് എനിക്ക് പറയാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയട്ടോ. അപ്പോൾ അത് മഞ്ചാടിക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ മഞ്ചാടി പറയുകയാണ്, അച്ഛൻ വന്നു കഴിഞ്ഞാൽ അച്ഛനോട് ഞാൻ പറഞ്ഞോളാം എന്തിനാണ് ഞാൻ ആ 2000 രൂപ വാങ്ങിയത് എന്ന് അച്ഛനെ ബോധിപ്പിച്ചോളാം എന്ന് പറയട്ടോ. അപ്പോൾ രഘു പറയുകയാണ്, നിന്റെ അച്ഛൻ വരുന്നത് വരെ നിനക്ക് ഇനിയും പൈസയ്ക്ക് ആവശ്യമുണ്ടാകുമല്ലോ. അപ്പോൾ അതിനും എന്താണ് കാരണം എന്നൊക്കെ എന്നോട് ചോദിക്കും. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ എനിക്ക് എഴുതി വെക്കുകയും വേണം. അതുകൊണ്ട് എന്തിനു വേണ്ടിയിട്ടാണ് നീ പൈസ കൊണ്ടുപോയത് എന്നുള്ളത് എനിക്ക് കൂടി അറിയണം എന്ന് പറയാണ്. അപ്പോഴൊക്കെ മഞ്ചാടിക്ക് അങ്ങ് ദേഷ്യം വരികയാണ്. എന്നിട്ട് രഘു പറയുകയാണ്, എന്നോട് കാരണം ബോധിപ്പിക്കണം എന്ന് കരുതിയിട്ട് നിന്റെ ആവശ്യങ്ങളൊന്നും മാറ്റി വെക്കേണ്ട. നിന്റെ എല്ലാ ആവശ്യങ്ങളും ഭംഗിയായിട്ട് തന്നെ നടന്നോട്ടെ, പക്ഷെ അതിൻ്റെ കാരണം എന്നോട് പറയണം എന്നുകൂടി രഘു പറയുകയാണ്. അങ്ങനെ മഞ്ചാടി പോവുകയാണ്. അങ്ങനെ മഞ്ചാടിയെ പിന്തുടർന്നോട് രഘു കാറെടുത്ത് ചെല്ലുന്നുണ്ട് കേട്ടോ. മഞ്ചാടി ഇനി ആരെങ്കിലും കൂടെയാണോ പോകുന്നത് എന്നുള്ളതൊക്കെ നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് രഘു പോകുന്നത്. അങ്ങനെ മഞ്ചാടിയെ കാത്തും കൊണ്ട് അർജുൻ അവിടെ നിൽക്കുന്നുണ്ടാവും. എന്നിട്ട് പറയുകയാണ്, അർജുൻ ഇന്ന് നീ പോയിക്കോ, ഞാൻ നിൻ്റെ കൂടെ വരുന്നില്ല. കാരണം രഘുവേട്ടൻ പുറകെ വരുന്നുണ്ടെന്ന് തോന്നുന്നു. രഘുവേട്ടൻ ഇന്നലെ ഞാൻ ക്ലാസ് കഴിഞ്ഞ് നേരം വൈകിയതിനെ കുറിച്ച് എന്നോട് ചോദ്യം ചെയ്യുകയൊക്കെ ചെയ്തതാണ്. അതുകൊണ്ട് ഇനി വെറുതെ പ്രശ്നം ഉണ്ടാക്കണ്ട. എന്നോട് പോരുന്ന സമയത്ത് രഘുവേട്ടൻ പറഞ്ഞിട്ടുണ്ട്, ഇനി ഒരു ഫ്രണ്ടിൻ്റെയും ബൈക്കിൽ പോവരുത് എന്നൊക്കെ പറഞ്ഞ് എന്നെ ഒന്ന് വിലക്കിയിട്ടുണ്ട്. ഇനി വെറുതെ അർജുൻ്റെ കൂടെ വരുന്നത് ഇനി രഘുവേട്ടൻ എങ്ങാനും കണ്ടാൽ അത് മതി, ആകെ പ്രശ്നമാവാൻ എന്ന് പറയാണ്. അപ്പോൾ അർജുൻ പറയാണ്, ഇത് നീ കാരണമല്ലേ ഞാൻ ഇവിടേക്ക് വന്നത്. 4 കിലോമീറ്ററോളം വണ്ടി ഓടിച്ചിട്ടാണ് നിന്നെ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടേക്ക് വന്നത്. ഇന്നിപ്പോൾ തൽക്കാലം നീ എൻ്റെ കൂടെ വന്നേക്ക്, നമുക്ക് ഒരുമിച്ച് പോവാം എന്ന് പറഞ്ഞ് അർജുൻ മഞ്ചാടിയോട് ബൈക്കിൽ കയറാൻ പറയുകയാണ് കേട്ടോ. അങ്ങനെ മഞ്ചാടി കയറുകയാണ്. എന്നിട്ട് അർജുനോട് മഞ്ചാടി പറയാം, പെട്ടെന്ന് തന്നെ വണ്ടി എടുത്ത് പോ, അല്ല എന്നുണ്ടെങ്കിൽ രഘുവേട്ടൻ കണ്ടുവരും എന്ന് പറയട്ടോ. പക്ഷേ ബൈക്ക് സ്റ്റാർട്ട് ആകുന്നില്ല അർജുൻ്റെ. അപ്പോഴാണ് അവിടേക്ക് രഘു വരുന്നത്. രഘുവിനെ കണ്ടതോടുകൂടി അയ്യോ ഇനി എല്ലാം കുളമായി, രഘുവേട്ടനാണ് ആ വരുന്നത്, ഇനിയിപ്പോൾ ആകെ പ്രശ്നമാകുമല്ലോ എന്നൊക്കെ പേടിയോട് കൂടിയിട്ട് അർജുനോട് മഞ്ചാടി പറയുകയാണ്, ഇപ്പോൾ രഘുവേട്ടൻ അച്ഛൻ്റെ റോള് കൂടി ഏറ്റെടുത്ത്
കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് വെറുതെ സീൻ ഉണ്ടാക്കാതെ പോവാമെന്ന് കരുതിയതായിരുന്നു. ഇനിയിപ്പോൾ എന്തൊക്കെയാണാവോ വരാൻ പോകുന്നത് എന്ന് പറഞ്ഞു നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ രഘു നേരെ അർജുൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, എന്ത് പറ്റി നിൻ്റെ ബൈക്കിന് എന്ന് ചോദിക്കും. ഇതെന്താണെന്ന് അറിയില്ല, സ്റ്റാർട്ടിങ് പ്രോബ്ലം ആണ് എന്ന്. അതിനെനിക്ക് വെപ്രാളം കൂടിയത് കൊണ്ടാണ്. നീ സമാധാനമായിട്ട് സ്റ്റാർട്ടാക്കാൻ വേണ്ടി നോക്ക്, അപ്പോൾ അത് സ്റ്റാർട്ടായിക്കോളും. മഞ്ചാടി കോളേജിലേക്ക് പോവുകയാണെങ്കിൽ നീ എൻ്റെ കാറിൽ കയറിയേക്ക്, ഞാൻ നിന്നെ കൊണ്ടുവിടാമെന്ന് പറയട്ടെ. അത് വേണ്ട രഘുവേട്ട എന്ന് മഞ്ചാടി പറയുകയാണ്. അപ്പോൾ അർജുനോട് രഘു പറയുന്നുണ്ട്, ഫ്രണ്ട്ഷിപ്പൊക്കെ നല്ലത് തന്നെയാണ്, പക്ഷേ എന്ന് കരുതിയിട്ട് എന്നും നീ ഇങ്ങനെ ബൈക്കിൽ മഞ്ചാടിയെ കൊണ്ടുവിടാനും മഞ്ചാടിയെ കോളേജിലേക്ക് കൊണ്ടുപോകാനൊന്നും നിൽക്കണ്ട. ഇന്നലെ മഞ്ചാടിയെ നീയാണ് വീട്ടിലെത്തിച്ചത് എന്ന് ഞാൻ അറിഞ്ഞു, അതിന് ഒരുപാട് നന്ദിയുണ്ട്. പക്ഷേ എന്ന് കരുതി എന്നും ഇത് ആവർത്തിക്കേണ്ട. ഇനി മുതൽ മഞ്ചാടിയെ കോളേജിലേക്ക് ഞങ്ങളാണ് പഠിപ്പിക്കുന്നതെങ്കിൽ ഞങ്ങൾക്കറിയാം മഞ്ചാടിയെ കൊണ്ടുവിടാനും കൊണ്ടുവരാനും ഒക്കെ. അതുകൊണ്ട് ഇനി മുതൽ ഇത് ആവർത്തിക്കരുത് എന്ന് പറയട്ടെ. അപ്പോൾ അർജുൻ പറയണേ, ഞാനും മഞ്ചാടി നല്ല ഫ്രണ്ട്സുകളാണ് എന്ന് പറയുമ്പോൾ അതൊക്കെ ശരി തന്നെയാണ്, നിങ്ങൾ ഫ്രണ്ട്സുകൾ തന്നെയാണ്, പക്ഷേ അത് കോളേജിനുള്ളിൽ മാത്രം മതി. പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ ഫ്രണ്ട്ഷിപ്പ് ഇങ്ങനെ തുടർന്നു കഴിഞ്ഞാൽ ആളുകളൊക്കെ നിങ്ങളെ നോക്കുകയും എല്ലാ കാര്യങ്ങളും നിരീക്ഷിക്കുകയും ചെയ്യും. പിന്നെ പല കാരണങ്ങളാവും ഓരോന്നും പറഞ്ഞു പരത്തുക. അതുകൊണ്ട് അതിനുള്ള അവസരം നമ്മളായിട്ട് കൊടുക്കണ്ട. അതുകൊണ്ട് ഇനി മുതൽ ബൈക്കിൽ മഞ്ചാടി പോവാനോ നീ കൊണ്ടുവിടാനോ പാടില്ല. 4 കിലോമീറ്ററും ദിവസവും ഇങ്ങനെ മഞ്ചാടിയെ കൊണ്ടുവിടാനും കൊണ്ടുവരാനും ഒക്കെ അതൊരു ബുദ്ധിമുട്ടാവും എന്ന് പറയുമ്പോൾ എനിക്കതൊരു ബുദ്ധിമുട്ടുമില്ല. എൻ്റെ ഫ്രണ്ട്സിന് വേണ്ടി ഈ ബൈക്ക് എത്ര വേണമെങ്കിലും ഓടുമെന്ന് പറയുമ്പോൾ പക്ഷേ ഞങ്ങൾക്കതൊരു ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അർജുൻ ഇനി മഞ്ചാടിയെ കോളേജിലേക്ക് കൊണ്ടുപോവാനും കൊണ്ടുവിടാനും ഒന്നും നിൽക്കണ്ട എന്ന് പറയുകയാണ് കേട്ടോ. എന്നിട്ട് രഘു പറയണം മഞ്ചാടിയോട്, നീ കോളേജിലേക്കാണെങ്കിൽ നീ കാറിൽ വന്ന് കയറ് എന്ന് പറയുമ്പോൾ ഞാൻ ഇന്ന് കോളേജിലേക്ക് പോകുന്നില്ല എന്ന് മഞ്ചാടി ദേഷ്യത്തോടു കൂടി പറയുകയാണ് കേട്ടോ. അപ്പോൾ രഘു പറയണേ, നീ ഇന്ന് കോളേജിലേക്ക് പോവില്ല എന്നുണ്ടെങ്കിൽ മുതൽ നീ കോളേജിലേക്ക് ഒരിക്കലും പോവില്ല എന്ന് പറയട്ടോ. അത് കേട്ടതോടുകൂടി മഞ്ചാടി ആകെ അങ്ങ് പേടിച്ചു പോവുകയാണ്. രഘുവേട്ടൻ എങ്ങാനും എൻ്റെ പഠിപ്പ് നിർത്തുമോ എന്നുള്ള പേടി വരികയാണ് കേട്ടോ. എന്നിട്ട് രഘു കാറിൽ പോയി കയറിയ ശേഷം മഞ്ചാടി തലയും താഴ്ത്തി നേരെ രഘുവിൻ്റെ കാറിലേക്ക് വന്ന് കയറുകയാണ് കേട്ടോ. അപ്പോൾ ഫ്രണ്ട് സീറ്റിൽ ഇരിക്കാതെ ബാക്കിൽ അങ്ങ് ഇരിക്കുകയാണ് രഘുവിനോടുള്ള ദേഷ്യം കൊണ്ട് മഞ്ചാടി. ആ സമയത്ത് അർജുൻ മഞ്ചാടിയെ തല കൊണ്ട് കാണിക്കുന്നുണ്ട്, നീ പോയി കയറിക്കോ, അല്ല എന്നുണ്ടെങ്കിൽ നിന്റെ രഘുവേട്ടൻ നിന്റെ പഠിപ്പ് ഇതോടുകൂടി അവസാനിപ്പിക്കും, അതുകൊണ്ട് അയാൾ പറയുന്നത് പോലെ അനുസരിച്ചേക്ക് എന്നുള്ള ഭാവത്തിലാണ് കേട്ടോ അർജുൻ മഞ്ചാടിയോട് തല വഴി കാണിക്കുന്നത്. തല ഇങ്ങനെ ആട്ടിക്കൊണ്ട് നീ പോയി കാറിൽ കയറിക്കോ എന്നൊക്കെ പറയുന്നത്. അങ്ങനെ മഞ്ചാടിയെ വരച്ച വരയിൽ നിർത്തിക്കൊണ്ട് രഘു നേരെ മഞ്ചാടിയുമായി കോളേജിലേക്ക് പോവുകയാണ്. ഈ സമയത്ത് സുശീലയുടെ അടുത്തേക്ക് ഭാനുമ്മ വരികയാണ്. സുശീല സത്യനോട് പറഞ്ഞിട്ടുണ്ടാവും, ഭാനുമ്മയെ വിളിച്ചോണ്ട് വായോ, എനിക്ക് സച്ചു സാറിൻ്റെ അമ്മാവൻ്റെ വീട്ടിലേക്ക് ഭാനുമ്മയും കൂട്ടിയിട്ട് പോവാനാണ്. ഇന്ദ്രൻ വിളിച്ചിട്ട് വരുന്നില്ലല്ലോ, അതുകൊണ്ട് ഞാനും ഭാനുമ്മയും പോയിക്കോളാം, നീ പോയി ഭാനുമ്മയെ വിളിച്ചോണ്ട് വാ എന്ന് സത്യനോട് സുശീല പറഞ്ഞതുപോലെ തന്നെ ബൈക്കിലിരുത്തിയും കൊണ്ട് ഭാനുമ്മയുമായിട്ട് സത്യം വരികയാണ് കേട്ടോ. അപ്പോൾ സോന മുറ്റമൊക്കെ അടിച്ചു വാരുകയാവും. ആ സമയത്താണ് സത്യനും ഭാനുമ്മയും കൂടി ബൈക്കിൽ വരുന്നത്. അപ്പോൾ ഭാനുമ്മയ്ക്ക് കാൽമുട്ട് വേദന കാരണം നടക്കാൻ പോലും കഴിയുന്നില്ല. അപ്പോൾ ഭാനുമ്മയും കൂട്ടിയിട്ട് അവർ അകത്തേക്ക് കയറുകയാണ് കേട്ടോ. അപ്പോൾ സുശീല ഡ്രസ്സൊക്കെ മാറി വരികയാണ്. എന്നിട്ട് സുശീല പറയണേ, എന്നാൽ വായോ ഭാനുമ്മേ നമുക്ക് ഇറങ്ങാമെന്ന് പറയുമ്പോൾ എനിക്ക് ഒരു അടി പോലും നടക്കാൻ വയ്യ സുശീലെ, എൻ്റെ കാലിന് ഭയങ്കര വേദനയാണ് എന്ന് പറയണം. അപ്പോൾ സുശീല പറയണേ, പിന്നെ എന്തിനാണ് ഇവിടേക്ക് വന്നത്, കാലുവേദന ഉണ്ടെങ്കിൽ അവിടെ വീട്ടിൽ തന്നെ ഇരുന്നാൽ പോരെ എന്ന് ദേഷ്യത്തോടെ പറയുകയാണ് കേട്ടോ. അപ്പോൾ അത് ഭാനുമ്മക്ക് നല്ല വിഷമം വരികയാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ സുശീലയുടെ സ്വഭാവം അങ്ങ് മാറുകയാണ് കേട്ടോ. ഭാനുമ്മേ, നിങ്ങൾക്ക് നല്ല വേദനയുണ്ട് എങ്കിൽ റൂമിൽ വന്ന് റെസ്റ്റ് എടുക്ക്, ഇനിയിപ്പോൾ വൈകുന്നേരത്ത് സത്യം തന്നെ നിങ്ങളെ ഡോക്ടറെ കൊണ്ടുപോയി കാണിച്ചോളും എന്ന്, അതുവരെ നിങ്ങൾ ഇനി വീട്ടിലേക്കൊന്നും പോവാൻ നിൽക്കണ്ട, പിന്നെ തനിച്ച് രാത്രി അവിടെ പോയി കിടക്കാനൊന്നും നിൽക്കണ്ട, ഇന്ന് ഇവിടെ തന്നെ നിന്നാൽ മതി എന്നൊക്കെ സുശീല പെട്ടെന്ന് അങ്ങ് സ്വഭാവം മാറിയിട്ട് പറയുകയാണ് കേട്ടോ. എന്നിട്ട് സ്നേഹത്തോട് കൂടിയിട്ട് ഭാനുമ്മയോട് സംസാരിക്കുകയാണ്. എന്നിട്ട് ഭാനുമ്മയെ സുശീല തന്നെ കട്ടിലിൽ പോയി കൊണ്ടുപോയി കിടത്തുകയാണ് കേട്ടോ. അങ്ങനെ സുശീല ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് നേരെ ഹർഷയുടെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഭാനുമ്മ സത്യനോടും സോനയോടും പറയുകയാണ്, എൻ്റെ അമ്മയുടെ സ്നേഹം വല്ലപ്പോഴുമാണ് കിട്ടുകയുള്ളൂ, ഇതുപോലെ അളന്നു മുറിച്ച് എപ്പോഴെങ്കിലുമാണ് നിൻ്റെ അമ്മ സ്നേഹം പ്രകടിപ്പിക്കുകയുള്ളൂ, അതാണ് സുശീല എന്ന് ഭാനുമ്മ പറയുകയാണ് കേട്ടോ. അങ്ങനെ ഹർഷയുടെ അടുത്തേക്ക് ചെന്നിട്ട് ഇന്ദ്രൻ്റെ കാര്യം പറയുകയാണ്. ഇന്ദ്രൻ ഞാൻ അറിയാതെ അനുപമയെയും കുഞ്ഞിനെയും കല്യാശ്ശേരി തറവാട്ടിൽ പോയി കണ്ടിരിക്കുന്നു, അവനിപ്പോൾ അവരെയും കൂട്ടി ഇവിടേക്ക് എത്രയും പെട്ടെന്ന് കൊണ്ടുവരണമെന്നാണ് അവൻ്റെ മനസ്സിലിരിപ്പ്. അതിനു വേണ്ടി അനന്തം മാഷ് അവനെ വിളിച്ച് പറയുകയും ചെയ്തിട്ടുണ്ട്, അവിടെ എന്താ തറവാട്ടിന് എന്തൊക്കെ ദോഷങ്ങളുണ്ട് എന്നൊക്കെയാണ് അനന്തം മാഷ് ഇന്ദ്രനെ വിളിച്ച് പറഞ്ഞത് എന്ന് പറയട്ടോ. അപ്പോൾ ഹർഷ പറയുകയാണ്, ഇന്ദ്രൻ്റെ ഈ ആവശ്യം സുശീലാൻറ്റി ഒരിക്കലും അനുവദിച്ചു കൊടുക്കരുത്, അങ്ങനെയാണെങ്കിൽ
ഹർഷയ്ക്കാണെങ്കിൽ ഇന്ദ്രനോടുള്ള ആ ഒരു കടിഞ്ഞാണ് സുശീല ആൻറ്റിയുടെ കൈ വിട്ടു പോവും. അതുകൊണ്ട് അനുപമയും കുഞ്ഞും തറവാട്ടിൽ തന്നെ നിന്നാൽ മതി എന്ന് പറയട്ടോ. അപ്പോൾ ഹർഷയ്ക്കാണെങ്കിലും മനസ്സിൽ മറ്റൊരു ദുരുദ്ദേശം വെച്ചിട്ടാണ് സുശീലയോട് ഇങ്ങനെ സംസാരിക്കുന്നത്. എന്നിട്ട് ഹർഷ പറയുകയാണ്, തറവാട്ടിലൊന്നും ഒരു പ്രശ്നവും ഉണ്ടാവില്ല, ഇത് ഇന്ദ്രൻ്റെ അടവായിരിക്കും. സത്യൻ്റെ കല്യാണത്തിൻ്റെ മുന്നേ അനുപമയെയും കുഞ്ഞിനെയും ആ വീട്ടിൽ കൊണ്ടുവന്ന് കയറ്റണം എന്നുള്ള ഉദ്ദേശത്തിൽ ഇത് ഇന്ദ്രൻ തന്നെ പറഞ്ഞു പരത്തുന്ന നുണയായിരിക്കും എന്ന് പറയാട്ടോ. അങ്ങനെ സുശീല പറയുകയാണ്, ഇന്ദ്രൻ അനുപമയെയും കുഞ്ഞിനെയും കൊണ്ടുവരുന്നതിൽ എനിക്ക് ഒരു വിരോധവുമില്ല. പക്ഷേ ഞാൻ അറിഞ്ഞ് എൻ്റെ സമ്മതത്തോടു കൂടി മാത്രമാണ് ഇന്ദ്രൻ അനുപമയെയും കുഞ്ഞിനെയും കൊണ്ടുവരാൻ പാടുകയുള്ളൂ. എങ്കിൽ മാത്രമാണ് എനിക്ക് അവിടെ ഒരു നിലയും വിലയും ഉണ്ടാവുകയുള്ളൂ. അതിൻ്റെ മുന്നേ എനിക്ക് ആദ്യം ആ കല്യാശ്ശേരി തറവാട്ടിലേക്കൊന്ന് പോകണം. എന്നിട്ട് അവിടുത്തെ വീടും പരിസരവും ഒക്കെ എനിക്കൊന്ന് നോക്കണം. അതിനാണ് ഞാൻ ഇന്ദ്രനോട് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇന്ദ്രനാണെങ്കിലോ പിടി തരുന്നില്ല. ഇന്ദ്രനോട് ഞാൻ ഇന്നും പറഞ്ഞതാണ് എന്നെ കല്യാശ്ശേരി തറവാട്ടിലേക്കൊന്ന് കൊണ്ടുപോയെന്ന്. പക്ഷേ ഇന്ദ്രൻ അതിൽ നിന്നൊക്കെ വഴുതി മാറുകയാണ്. എന്തിന്? സത്യൻ്റെ കല്യാണത്തെക്കുറിച്ച് ഒന്ന് അന്വേഷിക്കാൻ പോലും ഇന്ദ്രൻ ഇപ്പോൾ വരാൻ ഒഴിവില്ല. അവൻ എൻ്റെ കയ്യിൽ നിന്നും പിടിവിട്ടു പോവുകയാണെന്ന് എനിക്കും നല്ല സംശയമുണ്ട് എന്നൊക്കെ സുശീല ഇന്ദ്രനെ കുറിച്ച് ഹർഷയോട് പറയുകയാണ്. അടുത്ത എപ്പിസോഡിൽ സുശീലയോട് രവി പറയുകയാണ്, നിങ്ങൾക്കിപ്പോൾ സച്ചി സാറിൻ്റെ അമ്മാവൻ്റെ വീട്ടിലേക്ക് പോകണം. അപ്പോൾ ഭാനു അമ്മയുടെ കാൽമുട്ട് വേദന കൊണ്ട് നിങ്ങൾ അവിടേക്ക് പോവാതിരിക്കുകയൊന്നും വേണ്ട. സുശീല ആൻറ്റിക്ക് തുണക്ക് സുധനാൻ വിളിച്ചാൽ പോരെ, സുധന അങ്കിളിനെ വിളിച്ചൂടെ എന്ന് പറയുകയാണ് കേട്ടോ. അങ്ങനെ സുധന വീണ്ടും രവി അവിടേക്ക് ഇറക്കുകയാണ്. രവി മനസ്സിലൊന്ന് ഉദ്ദേശിച്ചിട്ട് തന്നെയാണ് സുധനെ അവിടേക്ക് വരുത്തുന്നത്. എങ്ങനെയെങ്കിലും സത്യൻ്റെയും ഇന്ദുവിൻ്റെയും കല്യാണം മുടക്കണം എന്നുള്ള ഉദ്ദേശമായിരിക്കും കേട്ടോ രവിയുടെ മനസ്സിലുണ്ടാവുക. എന്നിട്ട് പാവം പിടിച്ച സുധൻ്റെ മകളെ തന്നെ സത്യൻ്റെ തലയിൽ കെട്ടിവെക്കണം എന്നുള്ള ഉദ്ദേശത്തിലാണ് കേട്ടോ രവി ഇങ്ങനെ ഒരു നാടകം അഭിനയിക്കുന്നത്. അങ്ങനെ രവിയാണ് സുധനെ ഇറക്കിയത് അവിടേക്ക്. ഇപ്പോൾ സുധനെ കൊണ്ടുവന്നത് ഒന്നും സുശീല അറിയുന്നില്ല. പക്ഷേ ഇത് രവി മനസ്സുകൊണ്ട് പറയുകയാണ്, ആരാണ് സുധനെ ഇവിടേക്ക് ഇറക്കിയത് എന്നുള്ള സത്യമൊക്കെ ഇനി വൈകാതെ തന്നെ നിങ്ങളെല്ലാവരും അറിയാൻ പോകുന്നുണ്ട് എന്നൊക്കെ മനസ്സുകൊണ്ട് രവി സ്വയം പറയുകയാണ്. രവിയോട് ചെയ്ത ദ്രോഹത്തിന് സുശീലയുടെ കുടുംബത്തിന് ഒരു പാഠം പഠിപ്പിക്കാൻ വേണ്ടി രവി ഇനി കളത്തിലിറങ്ങാൻ പോവുകയാണ്. പിന്നീട് ദയെ കാണാൻ വേണ്ടി കല്യാശ്ശേരി തറവാട്ടിലേക്ക് ശബരി വരികയാണ് കേട്ടോ. അങ്ങനെ ശബരിയെ കാണുന്ന സമയത്ത് ദയ അഹങ്കാരത്തോടു കൂടി തന്നെയാണ് സംസാരിക്കുന്നത്. ശബരി ദയെ വിളിച്ചോണ്ട് പോകാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് ദയ പറയുകയാണ്, ഞാൻ എവിടേക്കും വരുന്നില്ല. എനിക്ക് പഞ്ചരത്നം വീടിനേക്കാളും ഇനി ശബരിയേട്ടൻ്റെ വീടിനേക്കാളും ഒക്കെ ഇഷ്ടപ്പെട്ട വീട് ഈ വീടാണ്, ഈ കല്യാശ്ശേരി തറവാടാണ്. ഇവിടെ താമസിക്കാനാണെങ്കിൽ ശബരിയേട്ടനും കൂടി എൻ്റെ കൂടെ താമസിച്ചോളൂ എന്ന് പറയുകയാണ്. അല്ലാതെ ഞാൻ ഈ വീട് വിട്ട് ശബരിയേട്ടൻ്റെ വീട്ടിലേക്ക് വരുമെന്ന് ശബരിയേട്ടൻ ഒരിക്കലും മോഹിക്കേണ്ട എന്ന് പറയാട്ടോ. അങ്ങനെ ദയയുടെ അഹങ്കാരത്തോടു കൂടിയുള്ള സംസാരം ശബരിക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ ശബരി അവിടെ നിന്നും പോവുകയാണ്.